மாட காத்துக்கு வயசாச்சு. சூப்பரா கத்து கொடுக்கணும். என் பிள்ளைக்கு சூப்பரா கத்து கொடுக்கணும். அதுக்கப்புறம் இந்த பிள்ளைக்கு கத்து கொடுக்கணும். നീ കളിയാടല്ലേ? എന്നാ കളിച്ചോ. അല്ലേ അങ്ങോട്ട് നോക്കി, അങ്ങോട്ട് നോക്കി. സാന ഡാൻസ് കൊടുക്ക്. റെഡി 1 2 3 സ്റ്റാർട്ട്. ഗൈസ് അങ്ങനെ ഡാൻസ് ടൈമാണ്. അലേഹയും സനയും കൂടിയിട്ടാട്ടോ ഇന്നത്തെ ഡാൻസ്. അപ്പോൾ ഇവർ സർപ്രൈസ് ആയിട്ട് എത്തിയതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വരെ ഞെട്ടിപ്പോയി. കാരണം വീഡിയോയിൽ നമ്മൾ ഞെട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ രാവിലെ നീച്ചപ്പോഴാണ് ഇവർ വന്ന കാര്യം അറിയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും രാവിലത്തെ നിജാസും ചക്കരയൊക്കെ പോയതിന് ശേഷം എന്താണ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നേരെ എത്തിക്കഴിഞ്ഞപ്പോൾ സനാൻ്റെയും അതേപോലെ നമ്മുടെ അലേഹൻ്റെയും ഡാൻസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ കുട്ടീനെ കടപ്പുറത്തെ രാധേക്ക് രാധേ രാധ പാട്ട രാധ രാധ. അലേഹ ഇതാരാ? ഇതാരാ? യാസ് ഇതാരാ? ഐബു കിടയാത് അലൻ. ഇവിടെ ആരൊക്കെ ഉള്ളത് നോക്കിയത്. സനയൊക്കെ വലിയ ആളായിട്ടുണ്ട്. അടുത്ത കൊല്ലം കെട്ടിക്കാല്ലേ അല്ലേ? സ്കൂളിലൊക്കെ തോറ്റിട്ടില്ലേ? പരീക്ഷയിൽ എത്രണ്ണത്തിന് തോറ്റു? തോറ്റില്ലടി? തോറ്റിട്ടില്ല. എന്റെ കുട്ടി 10 എണ്ണത്തിൽ തോറ്റു അല്ലേ? പോവാ ഫുഡ് കഴിക്കാൻ പോവാ. മന്തി വേണുമാ മീനും ചോറും വേണുമാ? രണ്ടുമേ പിടിക്കാതാ. അപ്പൊ നീ കാർത്തിക്കോ. മന്തി വേണുമാ മയോണൈസ് വേണുമാ? രണ്ടുമേ. എന്നാ രണ്ടുമേ കഴിക്കാൻ പോവാ. നടക്കി മാറ്റിക്കൂട്. എനിക്ക് വിശക്കുണ്ട്. ഫുഡ് കഴിക്കാൻ നേരം എന്നാ വേം കയറ്റി പോവാ. അങ്ങനെ നമ്മൾ എന്താക്കാൻ പോകുന്നത്? ഉച്ചക്ക് ഫുഡ് കഴിക്കണം. അങ്ങനെ ഒരാൾക്കാര് എവിടെ എത്തിത്ര വിളിച്ചോ? ഒരു ട്രെയിൻ കയറി എന്തായാലും 4 മണി ഓരോ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ 5:30. ഇനി നമ്മൾ അടുത്ത ടീമായിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. വാ. അലേഹൻ്റെ മുടിയൊക്കെ അലേഹൻ്റെ മുടിയൊക്കെ അടിപൊളിയല്ലേ? നല്ല രസമുള്ള മുടി കേട്ടോ അലേഹൻ്റെ മുടി. അലേഹ പോരി പോരി പോരി. സന എവിടെ? സന എവിടെ? ഇറങ്ങി ഇറങ്ങി ഇറങ്ങി. ഇനി നമ്മള് ഇബല കാറിൽ പോവാ. ആൾക്കാരെ എണ്ണസംഖ്യ നിറയെ പേര് കൂടെ കാർക്കടവാ. നിറയെ പേര് കാർക്കടവാ. നടക്ക് നടക്ക്. അതേക്ക് ശരിക്കുവാണോ? 7 സീറ്റർ ആവണ്ടാട്ടോ നമ്മള് എല്ലാവർക്കും എടുക്കാം ബാക്കില്. ഐബുന് കൊടുത്തു. ഐബുന് കുറച്ച് ചോറ് കൊടുത്തു. അലേക്ക് കുറച്ച് മന്തി കൊടുത്തോക്ക്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഫുഡ് കഴിച്ചോ? കണ്ണ് വലിക്കേ? ഗായ്സ് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കലേന് മന്തിയായിട്ട് കഴിക്കാൻ പോയത്. അങ്ങനെ മന്തിയൊക്കെ കഴിച്ച് എന്താണ് ഒരു ഡ്രസ്സ് എടുക്കാൻ പോർക്കത്. സാമിയൊക്കെ ഡ്രസ്സ് എടുക്കാൻ പോർക്കുക. അപ്പോൾ ഒരു കാലത്ത് ഞങ്ങൾ പുറത്ത് ഇങ്ങനെ നിൽക്കുകയാണ് ഗായ്സ്. മിയാസ് ഇത് ആരോട് വണ്ടി? വാടക വണ്ടി എടുത്തിട്ടാട്ടോ ഓല് പോന്നിക്കണത്. ഈ വാടക എത്ര വാടക? 2300 ഒരു ദിവസം അല്ലേ? എത്ര ദിവസമായി വണ്ടി? ഇന്നൊക്കെ എത്ര ദിവസമായി? 5 ദിവസമായോ? ഇതില് ഫുള്ള് യാത്രയിലായിരുന്നു. അലേഹ കൊടാ പറ. ഏയ് നീ വഴി പറ. വഴി പറ. വഴി വഴി. ഒരു വളിയുണ്ട് ഒരു കൊലിയുണ്ട്.
ഒരു മൊത്തത്തില് നന്നായിട്ടുണ്ട്. നിജാസൊക്കെ കൊല്ലത്തെത്തി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അല്പസമയം മുമ്പ് ഫോൺ വിളിച്ചായിരുന്നു. 5:30 ആകുമ്പോഴേക്കും ഒരു കൊല്ലത്തെത്തി എന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്കിതാ ഇവർ നാട്ടിലോട്ട് തിരിച്ചു പോവുകയാണെന്ന് പറഞ്ഞ്. കാരണം കാറ് റെൻറ്റിന് എടുത്തിട്ടുള്ള, അപ്പോൾ അത് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഓലും പോവുകയാണ്. ഒരു രാത്രിയായിട്ട് ഉറങ്ങുന്നത്. അങ്ങനെ ഓലെ പെട്ടി മാനപ്പല പെട്ടി സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ പുറത്ത് നിൽക്കുകയാണ് നമ്മ പറയുന്നത് അല്ലേ. നിങ്ങൾ ഇനിയിപ്പോൾ പോയാൽ എപ്പോഴത്തെ അവിടെ ട്രെയിനാണ്. ഇതെന്താ കയ്യില് കൊടലോ? ഇതോ പോണു. ഇവരൊക്കെ പോയി അലേ ഒറ്റക്കായി. മാന്തല്ല കൊതു അടിച്ചെടുക്കാണേ. കാറ് സുഖം, ട്രെയിനാ സുഖം? ട്രെയിന് മതി. കാറിന് എന്താ എത്തൂലേ? എന്നാ ഇവിടെ ട്രെയിനിൽ വിട്ടോ. അവൾക്ക് ട്രെയിന് മതി. ഇത്രേ ഇപ്പൊ ട്രെയിനിൽ പോയപ്പോ പോവാതെ ഇപ്പൊ പോയി കഴിഞ്ഞാൽ എന്തായാലും ഒരു 10 മണി കണക്കൂട്ടാ. 11, 12 ഒക്കെ ആവും. കൊതു കടിച്ചിരിക്കുന്നു, കൊതു കടിച്ചിരിക്കുന്നു, കൊതു കടിച്ചിരിക്കുന്നു. അലേനെ വിളിക്കുന്നു. അലേ കോയില് നിന്ന തിരക്കില്ല. സന പോണതാ. ഇതൊക്കെ പോണ്. ബായ് പറ. ടാറ്റ കൊടുക്ക്. ടാറ്റാന്ന് പറയും. ടാറ്റാ ബായ് ബായ് പറയും. കേറടി. അപ്പൊ മിയാസോ? ആ മിയാസിനൊരു സീറ്റ് വേണം. കൊല്ലംകാരും പോയി, തമിഴ്നാട്ടുകാരും പോയി. ഇനി അരീക്കോട്ടയിൽ പോവാണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെവിടെ ഉള്ള ആളാ? അരീക്കോട്ടയിൽ പോവാണ്ട്, പിന്നെ താഴത്തെങ്ങാടിക്കാര് പോവാണ്ട്. ഞാൻ ഇവിടെ ഇല്ലേ. അപ്പൊ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. അങ്ങനെ പെരൊഴിഞ്ഞ് അങ്ങനെ അലേഹതാ മണ്ടണ്. ഒരു നായ അതിൻ്റെ ഉള്ളിൽ കയറി. നിങ്ങളത് അടക്കാതെ പോന്നീന്ന്? അല്ല, ആര് കാറ്റത്ത് തുറന്നിട്ട് അതിന്റെ ടീഷർട്ടിനൊക്കെ നായ തൊട്ടിക്കണേ. വീഡിയോയില് കാണാണ്ട്. അതിനൊന്നും കളയില്ല അത്. ഓക്കെ, അപ്പൊ എന്തായാലും ഗൈസ് ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അല്ലേ. പിന്നെ കമന്റിന് റിയാക്ഷൻ ചെയ്യാനൊന്നും വയ്യ. കമന്റ് ഇടുന്ന പോലെ ഇടുക. നിങ്ങൾ കമന്റ് വായിച്ചിട്ടില്ലല്ലോ. കുടുംബകലക ഉണ്ടാക്കിക്കണു വീണ്ടും കമന്റേര്. എന്തൊക്കെ പറയുന്നുണ്ട്. എന്ത് നിങ്ങള് സർപ്രൈസ് ആയില്ല എന്നാണ്. നിങ്ങൾ തുള്ളായിരുന്നു. ഓല് ചക്കര വന്നപ്പോ ഉമ്മ സർപ്രൈസ് ആയി. സിനു സോഫി വന്നപ്പോ നിങ്ങൾ സർപ്രൈസ് ആയില്ല എന്നാണ് ഇവിടെ പരാതി. സർപ്രൈസ് തലയിൽ മുണ്ടിട്ടിട്ടുണ്ടായിരുന്നില്ലേ? അത് പോൽക്കറിയില്ലല്ലോ. ചക്കര വന്നപ്പോ ചക്കര വന്നപ്പോ ഉമ്മ തുള്ളിച്ചാടി. സോഫി വന്നപ്പോ ഉമ്മാക്ക് സന്തോഷമില്ല. ഉമ്മാക്ക് ഓള് വന്നത് പറ്റിയില്ല എന്നാണ് ആൾക്കാരെ പറഞ്ഞത്. ഞങ്ങക്ക് പറ്റിയില്ല, ഞങ്ങക്ക് അങ്ങനെയല്ല ഇങ്ങനെയൊന്നും പറയാം. ഞങ്ങക്ക് പറ്റിയില്ല അങ്ങനെ പറയാല്ലേ. പറ്റിയില്ലാന്ന് അത് ഓല പറയുന്നതേ. ഓല നിങ്ങളെ ആറ്റിറ്റ്യൂഡ് ഓല് പറഞ്ഞാണ്. ഇപ്പൊ നമ്മള് എപ്പോഴാ വീഡിയോ ഇട്ടത്? നമ്മള് വീഡിയോ ഇട്ടിക്കല്ലേ. ഓല വീഡിയോയിലെ കമന്റിലുണ്ട് ഉമ്മ സർപ്രൈസ് ആയിട്ടില്ലാന്ന്. പിന്നെ ഞാൻ എവിടെ പോയി സർപ്രൈസ് ആയ നേരത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ രാവിലെ നീച്ചൊന്ന് പതിവില്ലാതെ ഇത് കഴിവ് ഞാൻ എന്താ വിചാരിച്ചറിഞ്ഞു പള്ളിക്ക് എന്തോ കൊടുക്കാണ്ടേക്കല്ലോ വിചാരിച്ചു. ഞാൻ രാവിലെ ജിമ്മിന് നീച്ചപ്പോ ഉമ്മ പറയും ഒരു സർപ്രൈസ് ഉണ്ട്. പുറത്ത് നോക്കുമ്പോ TN വണ്ടി. അപ്പൊ എനിക്ക് മനസ്സിലായി എത്തിക്കണെന്നുള്ളത്. നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ ഗൈസ്.
പിന്നെ എത്തിയത് 5 മണിക്ക് പിന്നെ എത്തിയാണ്. ബെല്ലടിക്കണം 5 മണിക്കല്ലേ എത്തിക്കണം. ഞാൻ ബെല്ലടിച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ കൂടെ നോക്കിയപ്പോ സാധാരണ കണ്ട് ഞാൻ തലയിൽ ആരാധന പെട്ടെന്ന് വെച്ച് വാതിലുറക്കും ഒരു വീഡിയോ എടുത്തിട്ട് തലയിൽ മുണ്ടിട്ടിട്ടില്ല. പിന്നെ ഓരോ ഉണ്ടാക്കാൻ പറ്റുമോ? ഓക്കെ, അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.